നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാണ്ടിയമ്മൻ്റെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കവിതയൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ആ കവിത ഒന്ന് കേൾക്കുകയും ചെയ്യാം. മുഖ്യമന്ത്രിയായി കാണുന്ന എനിക്ക്. എൻ്റെ പേര് ശശികുമാർ. ഇനി എനിക്ക് ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ജയിക്കും, പരിപൂർണമായിട്ട് ജയിച്ചിരിക്കും. ഭൂരിപക്ഷത്തോടു കൂടി എടപ്പള്ളി പുണ്യാളക്ഷ്മി ശക്തി ഉണ്ടെങ്കിൽ ഇത് ചാണ്ടി ഉമ്മൻ സാറിൻ്റെ വസതി വെച്ച് പറയുക. ഞാൻ പുതുപ്പള്ളി പുണ്യാളക്ഷ്മി ശക്തി ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും 1ാം റാങ്കോടുകൂടി തന്നെ പാസ്സായിരിക്കും. നമസ്കാരം. നമസ്കാരം. പേരെന്നായിരുന്നു? പേര് ശ്രീജിത്ത്. എവിടെ സ്ഥലം? എവിടെ? തൃശ്ശൂർ. തൃശ്ശൂർ ഇത് ഭാഗമായിട്ട് വരും? തൃശ്ശൂർ പുഴയ്ക്കൽ അടുത്ത്. ഇവിടെ എന്നാ വന്നത്? പുതുപ്പള്ളിയിൽ ഇവിടെ 2 ദിവസം മുന്നേ, ഒരു 3-4 ദിവസം മുന്നേ ഉമ്മൻചാണ്ടി ശബരിമലയ്ക്ക് പോയായിരുന്നു. അപ്പോൾ ചാണ്ടി സാറിനെ കാണാൻ വേണ്ടി വന്നാണ്. അതിക്ക് മുന്നും വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തിരക്കായി. ഇലക്ഷൻ്റെ വർക്കൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. അമ്മ ഉണ്ടായിരുന്നു. അമ്മയെ കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ ശബരിമലയ്ക്ക് എന്തോ പോയെന്ന് പറഞ്ഞല്ലേ? ശബരിമലയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നേ? ശബരിമലയ്ക്ക് പോയിട്ട് പ്രസാദം കൊണ്ടുവരാൻ. അതാ അതെ, പ്രസാദം. അത് ശരിയാ. എന്നിട്ട് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഭീകര അന്തരീക്ഷം ആയിരുന്നില്ല ഉമ്മൻചാണ്ടി സാറ്. ഇപ്പോഴത്തെ അല്ല, അതിന് ശേഷം വന്ന കുറേ ഭീകര അന്തരീക്ഷം, മറ്റുള്ള കാര്യങ്ങളൊക്കെ, വിശ്വാസികൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ സാറിൻ്റെ വസതിയിലൊന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. മാത്രമല്ല, ഇപ്പോൾ ഇരുണ്ട ജീവിതം എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ ഒരു പ്രഹസനമാണ് ശരിക്കും പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ 10 വർഷം, ഈ 10 വർഷം മുന്നത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിലെ ഓരോ ന്യൂനതകളെ മുൻനിർത്തിക്കൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസം തോന്നിയിട്ടുണ്ട്. ഒരുപാട് കള്ളങ്ങൾ, പച്ചക്കള്ളങ്ങൾ പറയണ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയണ്ട, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ അല്ല. നല്ല നന്മയുള്ള നല്ല മനസ്സുകളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും പറയണു, ഇതും പറയണു. ജനദ്രോഹപരമായ ഒരു നിലപാട് സ്വീകരിക്കാത്ത നേതാക്കന്മാരെ എനിക്കിഷ്ടമാണ്. അത്തരത്തിലൊരാളാണ് ഉമ്മൻചാണ്ടി സാറ്. എനിക്ക് അത് ഞാനെന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് കവിതകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടൊക്കെ ഉണ്ട്. അത് പാട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പാടാറിയില്ലെങ്കിൽ പോലും ഇഷ്ടമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറിനെ പറ്റി ഒരു കവിത എഴുതിയെന്ന് പറഞ്ഞു, അതൊന്നും മോളാവോ? ഉമ്മൻചാണ്ടി സാറിനെ പറ്റി കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. നീതിമാനേ എൻ്റെ നീതിമാനേ, ഉമ്മൻ ചാണ്ടിയാം നീതിമാനേ, രക്തവും വിയർപ്പും ഏതെന്നറിയാനോ, നിദ്രയും വിശ്രമവും ഏതെന്നറിയാനോ, നീതിമാനേ എൻ്റെ നീതിമാനേ, ഉമ്മൻ ചാണ്ടിയാം നീതിമാനേ.
ശബരീശ സന്നിധിയിൻ പവിത്രത കാത്തിടാൻ വിശ്വാസികൾക്കൊപ്പം നിന്നവനേ, രാമനെയും ക്രിസ്തുവേയും നബിയേയുമെല്ലാം നിന്ദിക്കാനരുതാഞ്ഞ ജനനായക, ജനങ്ങളിൽ സമ്പർക്കം നാവിനാൽ നന്മയും കരങ്ങളാൽ ആശ്വാസവുമേകിയോനെ എൻ്റെ നീതിമാനേ, നീതിമാനേ, എൻ്റെ നീതിമാനേ, ഉമ്മൻ ചാണ്ടിയാം നീതിമാനേ. മാധ്യമ സ്വാതന്ത്ര്യം ഹനിച്ചിടാതെ ഹനിച്ചവരെയെല്ലാം സ്മരിച്ചവനെ, തന്നെ ഹനിച്ചവരെയെല്ലാം സ്മരിച്ചവനെ, വേശ്യയെപ്പോലും തിരുത്തിയൊരിടയൻ്റെ കുഞ്ഞായ നല്ലൊരു കുഞ്ഞൂഞ്ഞി, സത്യത്തെ മറച്ചവർ നാണിച്ചുപോയി, നീതിയെ അറിഞ്ഞവർ ദാഹിച്ചും പോയി, സത്യത്തെ മറച്ചവർ നാണിച്ചുപോയി, നീതിയെ അറിഞ്ഞവർ ദാഹിച്ചും പോയി, നീതിമാനേ, എൻ്റെ നീതിമാനേ, ഉമ്മൻ ചാണ്ടിയാം നീതിമാനേ. വിപ്ലവം തീർത്തിടാൻ വേടന്മാർ വന്നില്ല, കാക്കിയെ കിറുക്കരായി കണ്ടീല. വിപ്ലവം തീർത്തിടാൻ വേടന്മാർ വന്നില്ല, കാക്കിയെ കിറുക്കരായി കണ്ടീല. ഗൂണ്ടകളെ നിരത്തിലിറക്കിയില്ല, നാടിനെ ലഹരിയിൽ മുക്കിയില്ല. നന്മയെ കണ്ടു കൂട്ടിനു കൂട്ടിയ യൂദാസിനെ പോലും അറിഞ്ഞതുമില്ല. നന്മയെ കണ്ടു കൂട്ടിനു കൂട്ടിയ യൂദാസിനെ പോലും അറിഞ്ഞതുമില്ല. നീതിമാനേ, എൻ്റെ നീതിമാനേ, ഉമ്മൻ ചാണ്ടിയാം നീതിമാനേ. രക്തവും വിയർപ്പും ഏതെന്നറിയാഞ്ഞോ, നിദ്രയും വിശ്രമവും എന്തെന്നറിയാഞ്ഞോ, നീതിമാനേ, എൻ്റെ നീതിമാനേ. പാട്ട് സൂപ്പറാണല്ലോ. എന്താണ് പാടാൻ അറിയാൻ വേണമെന്നൊക്കെ പറഞ്ഞത്? പാടാനധികം അറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ഒരുപാട് അതിനകത്ത് ഏടുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്, പാട്ടിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് നല്ല അർത്ഥവത്തായ വരികൾ തന്നെയാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. അമ്മയെ പാട്ട് പഠിക്കേപ്പിച്ചെന്ന് പറഞ്ഞു ചാണ്ടി ഉമ്മ. എനിക്ക് വലിയ ഇഷ്ടമായി. ആണോ? അമ്മ എന്നാ പറഞ്ഞേ അഭിപ്രായമൊക്കെ? എനിക്ക് ഒരുപാട് വിഷമമായി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ. വരികൾ കേട്ടപ്പോ ഒരുപാട് പ്രയാസം. എന്താ പറയാ, അത് പറയാറില്ല. ഇവിടെ അനുഗ്രഹിച്ചു അമ്മ, അമ്മയ്ക്ക് സന്തോഷമായി. കുറെ നേരം വർത്താനം പറഞ്ഞു കേട്ടോ. ഇന്ന് പോവോ? തിരിച്ചെന്ന് തൃശ്ശൂരിന് പോവാ. ചാണ്ടിയമ്മനെ കണ്ടിട്ടേ പോകത്തുള്ളൂ അല്ലേ? എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായി. ഇവിടെ വന്ന് എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവർക്കും വലിയ സന്തോഷമായി കേട്ടപ്പോ. ഒരുപാട് അഭിനന്ദിച്ചു. ശരി, നമുക്കിനി വീണ്ടും കാണാം. ശരി.